ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം രാവിലെ 5:30 മണിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ അരി കഴുകി അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. കുക്കറിലിരുന്ന് അത് വെന്തോളും. ഇന്നത്തെ ഒഴിച്ചുകറി എന്ന് പറയുന്നത് ഉള്ളി സാമ്പാറാണ്. അതിനുള്ള പരിപ്പ് കഴുകി റെഡിയാക്കി എടുക്കുകയാണ്. അതുകൂടെ കുക്കറിലങ്ങ് വെച്ചാൽ അതും ചോറോട് ഒരുമിച്ചായിക്കോളും. ഇത് രണ്ടും വെച്ച് കഴിഞ്ഞാണ് ഞാൻ ചായക്കുള്ള പരിപാടി നോക്കിയത്. അപ്പോൾ ഞാൻ ഈ കോരി എടുക്കുന്നത് പാടയാണ്. നമ്മൾ 2 ലിറ്റർ പാലൊക്കെ സൊസൈറ്റിയിൽ നിന്ന് ഒരുമിച്ച് മേടിച്ച് ഫ്രിഡ്ജിൽ കാച്ചി വെക്കും. എന്നിട്ട് അതിൻ്റെ പാട എടുത്ത് ഞാൻ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അത് 1 മാസമൊക്കെ ആകുമ്പം 2 ടിന്നൊക്കെ ആകും. അപ്പോൾ അത് ഉരുക്കിയാണ് ഞാൻ നെയ്യ് റെഡിയാക്കാറുണ്ട്. പുറത്തുനിന്ന് ഞാൻ നെയ്യ് അങ്ങനെ വില കൊടുത്ത് വാങ്ങാറില്ല. ഇതുപോലെ ഈ ടിന്നിനാക്കി സൂക്ഷിച്ച് വെക്കും. ഫ്രീസറിൽ വെക്കണം, ഫ്രിഡ്ജിലല്ല. ഇനി ഉള്ളി സാമ്പാറിനുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. ഞാനതിൻ്റെ ചെറിയ ഉള്ളികളെല്ലാം നോക്കി പെറുക്കി എടുക്കുവാണ്. ഉള്ളി ഞാനൊക്കെ ഒരാഴ്ചത്തേക്കുള്ള പൊളിച്ച് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ചെറിയ ഉള്ളിയാകുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടുമല്ലോ. പിന്നെ അതിൻ്റെ കൂടെ വഴറ്റാനുള്ള തക്കാളിപ്പഴം കൂടി എടുക്കുകയാണ്. ഉള്ളി സാമ്പാറിൽ ഉള്ളിയും തക്കാളിപ്പഴം ഇടുകയുള്ളൂ കേട്ടോ, വേറെ കഷ്ണങ്ങളൊന്നും ഇടുകയില്ല. പിന്നെ പരിപ്പും ചേർക്കും. അപ്പോൾ ഇന്നത്തെ കാപ്പിക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. മധുരക്കിഴങ്ങ് കുക്കറിൽ പുഴുങ്ങാൻ വെക്കുവാണ്. എന്നും ദോശയും ഇഡ്ഡലിയും ചപ്പാത്തിയൊക്കെ തിന്ന് മടുത്തു. അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇടയ്ക്ക് മധുരക്കിഴങ്ങും കപ്പയൊക്കെ രാവിലെ പുഴുങ്ങാറുണ്ട് വല്ലപ്പോഴുമൊക്കെ. അപ്പോൾ ഉള്ളി സാമ്പാറിനകത്ത് ഉള്ളിയും തക്കാളിപ്പഴവും വഴന്നു. അപ്പോൾ അതിനകത്തോട്ട് പുളി പിഴിഞ്ഞൊഴിക്കുകയാണ്. പുളി പിഴിഞ്ഞൊഴിച്ച് പൊടികളെല്ലാം മൂപ്പിച്ചിട്ടുണ്ട്. സാമ്പാറിന് ചേർക്കുന്നത് നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം മൂപ്പിച്ച് ചേർത്താണ്. എന്നിട്ട് അതിനകത്തോട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ച് നമ്മൾ വേവിച്ച് വെച്ച പരിപ്പും ചേർത്തു. എന്നിട്ട് ഇത്തിരി ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്, പുളി അതൊക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളവും ചേർത്ത് ലൂസാക്കി എടുക്കണം. ഒത്തിരി ലൂസാക്കണ്ട. അത് കഴിഞ്ഞിട്ട് നമ്മൾ കടുകും വറുത്ത് ചേർക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉള്ളി ഞാൻ ചതയ്ക്കുന്നത് നമ്മുടെ മധുരക്കിഴങ്ങിന് കൂട്ടാനാണ്. ഉള്ളിയും കാന്താരിയും കൂടെ ഞാൻ അന്നേരത്തേനും ഏപ്പറിനെടുത്ത് കെട്ടിയിട്ടുണ്ട്. കാരണം കാന്താരിയല്ല ദേഹത്തോട്ടൊക്കെ തെറിച്ചാൽ പിന്നെ നമ്മൾ കൈകൊണ്ട് തൂത്തേച്ച് മുഖത്തെങ്ങാനും തൂക്കുമ്പോൾ നീറി നമ്മുടെ ഇടപാട് കഴിയും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ക്യാബേജ് തോരനൂടെ ആക്കിയിട്ടുണ്ട്. അപ്പം മോനുള്ള ലഞ്ച് റെഡിയാക്കുവാണ്. ലഞ്ച് ബോക്സാണ്. ഞാൻ ഉള്ളി സാമ്പാർ ഒഴിച്ചു. പിന്നെ മുട്ടയും പൊരിച്ചിട്ടുണ്ട്. പിന്നെ ക്യാബേജ് തോരനും. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് കൂട്ടാനായിട്ട് മീനിൻ്റെ തലക്കറി ഉണ്ട്. ഇതുകൊണ്ട് മീനിൻ്റെ തലക്കറി ഉണ്ട്. സ്കൂളിൽ അത് കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അവന് മുട്ട വെച്ചത്. എല്ലാവരെയും പറഞ്ഞു വിട്ടേച്ച് ഞാനതാ കാപ്പി കുടിക്കുകയാണ്, മധുരക്കിഴങ്ങ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.